ലിനൻ ജൂട്ട് ഫാബ്രിക്കിലുള്ള ഒരു പൊള്ളിയായിട്ടുള്ള കളക്ഷനാണ്. കംപ്ലീറ്റ്ലി ഒരു സമ്മർ ബേസ്ഡ് ആണ്. അതായത് ലിനനും എപ്പോഴും സമ്മർ ബേസ്ഡ് ആണ് ആൻഡ് ജൂട്ട്. അപ്പോൾ രണ്ടിൻ്റെ ബ്ലണ്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരു സ്റ്റിഫ്നെസ് ഇല്ലെന്നാൽ നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടാണ് ആൻഡ് നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഒത്തിരി ഓവറല്ല, ലൈറ്റായിട്ട് നിൽക്കുന്ന നല്ല ഷെയ്ഡ്സിലാണ് വരുന്നത്. സിമ്പിൾ ഡിസൈനാണ്. 4 ഷെയ്ഡ്സ് ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതാണ് അതായത് നമ്മുടെ ലിനനും ജൂട്ടും കൂടെ ബ്ലെൻഡ് ആയതുകൊണ്ട് നമ്മുടെ ജൂട്ടിന് തന്നെ അങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ, ആ ഒരു സ്റ്റിഫ്നെസ് ഇല്ല. അത് ചെറിയൊരു ഫ്ലോയി പാറ്റേണിൽ ലിനനോട് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതലൊരു തണുപ്പ് ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ വർക്ക് വന്നിരുന്നത്. ഇപ്പോഴും പാനൽ സ്റ്റൈൽ വന്നിട്ട് ബാക്കി പോർഷൻസ് ചെറിയ ചെറിയ വർക്ക്സ് ആയിരിക്കും. ഇതിൽ വന്നിട്ട് പാനലിൽ ചെറിയ ചെറിയ വർക്ക്സും ബാക്കി പോർഷൻസ് നല്ല ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ വർക്ക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാനലിൻ്റെ അകത്ത് ചെറിയൊരു ഹാൻഡ് ടച്ചപ്സും ഇതുപോലെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് ഫുള്ളും സൈഡ്സിൽ കൊടുത്ത പാറ്റേൺ ആണ്. കേട്ടോ, ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ വർക്ക്സ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല വിട്ടും ലെങ്തും ഉണ്ട്. സോ നല്ല വണ്ണം ഉള്ളവർക്കും പൊക്കമുള്ളവർക്കും ഒക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന നിൽക്കും. ഇതിൻ്റെ ഈ ഒരു സെറ്റിൻ്റെ ലുക്ക് വന്നിട്ട് ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തേക്കുക. നല്ല കളറാണ്, ഒരു പിങ്കും ലെവൻഡറിൻ്റെ ഒരു ബ്ലണ്ടാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. അതാണ് ലുക്ക്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെ ഡാർക്ക് അല്ല, നല്ല കളർ ഷെയ്ഡ്സ് ആണ് കൊടുക്കുന്നത്. ലൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. ഒരു ലൈറ്റ് ഒരു ബിസ്ക്കറ്റിൻ്റെയും ഒരു ചോക്കോ പിങ്കിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു കളർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പാനലിൽ ചെറിയ വർക്ക്സും ബാക്കി ഫുള്ളും ഹെവി ആയിട്ട് ഫ്ലോറൽ വർക്ക്സും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള, അത് വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണാനാണ് ലുക്ക്. ആൻഡ് ലുക്കിനേക്കാളും കൂടുതൽ നമ്മൾ കംഫോർട്ട്നെസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ പർച്ചേസ് ചെയ്യുക. നല്ല കംഫോർട്ടാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുക. ലിനൻ ജൂട്ടാണ് ഫാബ്രിക്. സോ അടുത്ത സെറ്റ് ഇതുപോലെ വരും. ബാക്ക് ഫുള്ളും ഫ്ലോറൽ വർക്ക്സ്, നല്ലൊരു വെറൈറ്റി ബ്ലൂ കളർ. ഇതാണ് ഫ്രണ്ട് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ബ്ലൂവിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. ഭയങ്കര ഓവറല്ല, എല്ലാം ലൈറ്റായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ്. എന്നാൽ അധികം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ള ടൈപ്പ് ഷെയ്ഡ്സ് അല്ലെ, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സും കാറ്റലോഗും ആണ്. 1340 പ്രൈസ്. ആൻഡ് ബോട്ടം വന്നിട്ടും സാൻഡൂൺ അല്ല, അതായത് സമ്മർ സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് തന്നെ അധികം ചൂടൊന്നും എടുക്കല്ലാത്ത ടൈപ്പ് കോട്ടൺ അല്ല, എന്നാൽ ഒരു റയോണിൻ്റെ ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ് ഇതിൽ ബോട്ടമായിട്ട് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. കണ്ടില്ല, എല്ലാം കുറച്ച് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള കളർ ഷെയ്ഡ്സ് അല്ല, ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. പിന്നെ കളറല്ല, ഇതിൽ മെയിൻലി നമുക്ക് കംഫർട്ട്നെസ് ആണ് നോക്കേണ്ടത്. സമ്മർ സ്പെഷ്യൽ ഭയങ്കര ചൂട് കൂടിയ സമയമാണ്, അപ്പോൾ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ട്. ഇതിന് അധികം ലൈനിങ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ലിനൻ്റെയും ജൂട്ടിൻ്റെയും കൂടെ ബ്ലെൻഡഡ് ഫാബ്രിക് ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് വരിക. ബാക്ക് ഫുള്ളും ഫ്ലോറൽ വർക്ക്സ് കൊടുത്തേക്കുന്നു. ആൻഡ് ഫ്രണ്ടിൽ ചെറിയ ചെറിയ ഹാൻഡ് ടച്ചപ്പും കൂടെ അഡീഷണലി ആ പാനലിനകത്ത് മാത്രം പോയേക്കുന്നു. ദുപ്പട്ട ലിനൻ ബേസ്ഡ് ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുക. ക്യൂട്ടായിട്ടുള്ള ഫ്ലോറൽ വർക്ക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി ഓവറല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ലിനൻ കോട്ടൺ ആണ് ബോട്ടം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിലും കോട്ടൺ ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റയോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാബ്രിക്സിലുള്ള ബോട്ടമാണ് കെയർ ചെയ്തേക്കുക. 1340 പ്രൈസ്. താങ്ക് യു.